നമസ്കാരം, ഉമാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ബീട്രൂട്ട് പൂരിയും ഒരു വെജിറ്റബിൾ കുറുമയാണ് ഉണ്ടാക്കുന്നത്. ഇതെൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞെന്താണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: ബീട്രൂട്ട് ഒരെണ്ണം, ഗോതമ്പ് പൊടി 1/2 കിലോ, റവ 1 ടേബിൾ സ്പൂൺ, അരിപ്പൊടി 1 ടേബിൾ സ്പൂൺ, പഞ്ചസാര 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ഓയിൽ വറുക്കാൻ ആവശ്യത്തിന്. ആദ്യം നമുക്ക് ബീട്രൂട്ട് നന്നായി കഴുകി തൊലി കളഞ്ഞ് കഷ്ണങ്ങളായിട്ട് വേവിക്കാൻ വെക്കാം. കുക്കറിൽ 3 വിസിൽ വരണ വരെ വേവിക്കാം. വെന്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തണുക്കാൻ വെക്കുക. അതിനുശേഷം മിക്സിയിൽ ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി നമുക്ക് അളന്ന് വെച്ചേക്കുന്ന ഗോതമ്പ് പൊടിയിലേക്ക് ഈ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരിപ്പൊടി 1 ടേബിൾ സ്പൂൺ, റവ 1 ടേബിൾ സ്പൂൺ, പഞ്ചസാര 1 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ് എല്ലാം ചേർത്ത് നന്നായിട്ട് മയത്തിൽ കുഴച്ചെടുക്കുക. വെള്ളം പോരാത്തതുകൊണ്ട് ബീട്രൂട്ട് വേവിച്ച വെള്ളം കൂടി ഞാൻ കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ മാവിന് നല്ല മയം കിട്ടും. ഇങ്ങനെ കുഴച്ച മാവ് ഒരു 10-20 മിനിറ്റ് മാറ്റി വയ്ക്കുക. ഇനി ഇതിന് കൂട്ടി കഴിക്കാൻ ഒരു കുറുമ ഉണ്ടാക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ഉരുളക്കിഴങ്ങ് 2 എണ്ണം, സവാള 2 എണ്ണം, ഗ്രീൻ പീസ് 1/2 കപ്പ്, ക്യാരറ്റ് 1 എണ്ണം, ബീൻസ് 1/2 കപ്പ്, പച്ചമുളക് 2 എണ്ണം, ഓയിൽ ആവശ്യത്തിന്, നാളികേരം 1/2 മുറി, ഗരം മസാലപ്പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, മല്ലിയില ആവശ്യത്തിന്. ഞാനിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കർ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള, പച്ചമുളക്, ക്യാരറ്റ്, ബീൻസ്, ഗ്രീൻ പീസ്, ഉരുളക്കിഴങ്ങ് എല്ലാം ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക. പച്ചക്കറിയൊക്കെ നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഒക്കെ ചേർത്ത് ഒന്നും കൂടി നന്നായി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തീ കുറച്ച് വെച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഞാൻ കുക്കറിൽ വെയിറ്റ് ഇടുന്നില്ല, പകരം 8-10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുകയാണ് ചെയ്യണത്. ഇതിപ്പോൾ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് ചേർക്കാനുള്ള നാളികേരക്കൂട്ട് തയ്യാറാക്കാം. ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ അരമുറി നാളികേരം കൊത്തുകളാക്കി എടുത്തത് ചൂടാക്കുക.
അതിലേക്ക് മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ. ഇതൊക്കെ ചേർത്ത് നന്നായി ചൂടാക്കുക. പൊടികളുടെയൊക്കെ പച്ചമണം മാറുമ്പോൾ തീ ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കുക. ഇത് നന്നായി തണുക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായി അരച്ചെടുക്കുക. വെന്ത കഷ്ണങ്ങളിലേക്ക് ഈ അരപ്പ് ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കുക. ഇത് നന്നായി കുറുകി വരുമ്പോൾ തീ ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് അലങ്കരിച്ചു കഴിഞ്ഞാൽ സ്വാദുള്ള വെജിറ്റബിൾ കുറുമ റെഡിയായി. ശേഷം മാവ് ചെറിയ ചെറിയ ഉരുളകളാക്കി വെക്കുക. ഇനി അത് നമുക്ക് പൂരിയുടെ പാകത്തിന് വട്ടത്തിൽ പരത്തിയെടുക്കാം. അടുപ്പ് കത്തിച്ച് ചീനച്ചട്ടി ചൂടാക്കുക. ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ പൂരി വറുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ പരത്തി വെച്ചേക്കണത് ഇട്ട് പൂരി ഉണ്ടാക്കിയെടുക്കുക. കണ്ണാപ്പ കൊണ്ട് എണ്ണയിലേക്ക് ഇങ്ങനെ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ പൂരി വീർത്തു വരും.